ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചക്രത്താവ് പൊങ്കാലയാണ്. ഈ വട്ടം ഞാൻ പൊങ്കാല ഇടുന്നില്ല, പക്ഷെ എൻ്റെ അനിയത്തി ഇടുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഈ പൊങ്കാലയൊക്കെ ചക്രത്താവിൻ്റെ അടുത്തല്ല, ഇത് പരിമല ഭാഗത്തുള്ള പൊങ്കാലകളാണ്. ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം പൊങ്കാലയായിരുന്നു. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ചേച്ചിയും പേരമ്മയൊക്കെ കണ്ടു. റോഡിലെല്ലാം അടുപ്പ് കത്തിച്ചതിൻ്റെ പുകയായിരുന്നു. ചില സ്ഥലത്ത് നമുക്ക് വഴി പോലും കാണുന്നില്ലായിരുന്നു, അതുപോലെ പുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചക്രത്താവ് എത്തി. തിരക്ക് കാരണം സ്കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു. മെയിൻ റോഡിലോട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അമ്മ സൈഡിൽ ഒതുക്കിയിട്ട് എന്നെയും കുഞ്ഞിനെയും ഇറക്കി. പിന്നെ ഞാനും കുഞ്ഞുങ്ങൾ കുറച്ചൊക്കെ നാട്ടിൽ മുന്നോട്ട് പോയപ്പം അമ്മ പയ്യെ അത് സ്കൂട്ടി എടുത്തുകൊണ്ട് വന്നു. ഈ ഒരു ഏരിയയിലോട്ട് നമുക്ക് നിൽക്കാനേ പറ്റത്തില്ല, അതുപോലെ പുകയായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും അനിയത്തിയൊക്കെ പൊങ്കാല അടുപ്പ് കത്തിച്ചായിരുന്നു. ഇതിൻ്റെ ചിറ്റയുടെ ഇളയ മോളാണ്. ഇവള് പൊങ്കാല ഇവിടെ ചേച്ചിക്ക് വേണ്ടിയാണ് ഇടുന്നത്. അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് അവൾക്ക് പകരം ഇവളാണ് ഇടുന്നത്. അങ്ങനെ സ്ഥിരം പോലെ നീലമ്മ പതിവ് തെറ്റിച്ചില്ല. അവൾക്ക് കളിപ്പാട്ടത്തിന് വഴക്ക് തുടങ്ങി. പിന്നെ അമ്മ അവളെ എടുത്തുകൊണ്ട് പോയി കളിപ്പാട്ടം മേടിച്ചു കൊടുത്തു. വഴക്കിട്ടാൽ മാത്രം കളിപ്പാട്ടത്തിനാണെങ്കിലും ലാസ്റ്റിൽ താറാവ് ബലൂണിൽ നിന്നു.
അപ്പുറം ഇപ്പുറമൊക്കെ കുറേ അന്നദാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കഞ്ഞി കിട്ടി. അടുത്തത് നിലമ്മ ഐസ്ക്രീമിന് വഴക്കുണ്ടാക്കി ഐസ്ക്രീം മേടിച്ചു. മാറി നിന്ന് ആരും കാണാതിരുന്ന് കഴിക്കുക. ഇടയ്ക്കൊരു ആൻറ്റി ഒന്ന് ചോദിച്ചു എനിക്കിവിടെ തരാമോ എന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെ മുഖം വാടി കാണിക്കുന്നത്. അങ്ങനെ ഇവിടെ പായസം റെഡിയായി. ഇനിയും ദേവി വന്ന് തളിക്കാനുള്ള വെയിറ്റിങ്ങിനാണ് എല്ലാവരും. ചിറ്റയും കൂട്ടി ഈ പോക്ക് അടുത്ത ബലൂൺ മേടിക്കാനാണേ. അങ്ങനെ ദേവി തളിക്കാനായിട്ട് ഇറങ്ങി. അങ്ങനെ തളിച്ചൊക്കെ കഴിഞ്ഞ് പൊങ്കാലയിടലും കഴിഞ്ഞു. ഞങ്ങൾ ഇനിയും വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. എല്ലാം അടുപ്പെല്ലാം എടുത്ത് മാറ്റി കൊണ്ടുവന്ന സാധനമൊക്കെ എടുത്ത് അടുക്കി വെച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിൽ ചെന്നു. പായസമൊക്കെ തുറന്ന് ഞങ്ങളെല്ലാവരും ഓരോരുത്തർ പൈസ എടുത്ത് കുറച്ച് കുറച്ച് കഴിച്ചു നോക്കി. അടിപൊളി പായസമായിരുന്നു എല്ലാവരുടെയും. ഓരോരുത്തരുടെ പായസത്തിന് ഓരോ രുചിയായിരുന്നു. നീലമ്മയുടെ പുറകെ നടന്ന് കൊടുത്തിട്ട് അവൾ കഴിച്ചില്ലായിരുന്നു. അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു പോയി. പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി അമ്പലപ്പുഴ പാൽ പായസം കിട്ടി. ഞങ്ങളെല്ലാവരും അതും കുടിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.